Hi, hello, welcome back to my YouTube channel. ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ മുമ്പ് ക്ലിനിക്കിൽ നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫാർമസിസ്റ്റായി കുറേ നാൾ ഒരു പീഡിയാട്രിക് ക്ലിനിക്കിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ മെയിനായിട്ട് പേഷ്യൻസിൻ്റെ ഒരു ഡൗട്ടാണ് ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ചിട്ട്. ആൻറ്റിബയോട്ടിക്സിൻ്റെ പൗഡർ ഇത് പീഡിയാട്രിക് കേസാണ്. കുട്ടികളുടെ ക്ലിനിക്കിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികളുള്ള എല്ലാ മാതാപിതാക്കൾക്കും ഈ വീഡിയോ നല്ല രീതിയിൽ ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്ക് ആൻറ്റിബയോട്ടിക്സ് മെയിനായിട്ട് ഡൗട്ട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വെള്ളം ചേർക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, വെള്ളം ചേർക്കാത്ത ആൻറ്റിബയോട്ടിക്സിൻ്റെ ടാബ്ലറ്റ്സ് ഉണ്ട്. പക്ഷേ കുട്ടികൾക്ക് അധികവും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് വെള്ളം ചേർക്കുന്ന അഥവാ കോൺസ്റ്റിറ്റ്യൂട്ടഡ് പൗഡറാണ്. അപ്പോൾ അതെങ്ങനെ വെള്ളം ചേർത്ത് എങ്ങനെ മിക്സ് ചെയ്യാമെന്ന രീതിയാണ്. പല ആൾക്കാർക്കും അത് കൺഫ്യൂഷനാണ് എങ്ങനെ അത് ചേർക്കുക എന്നുള്ളത്. അതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കുറേ തരത്തിലുണ്ട്. ഒരു തരം ആൻറ്റിബയോട്ടിക്സ് അമോക്സിസിലിൻ പൊട്ടാസ്യം ക്ലാവലിനേറ്റ് എന്നൊരു ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. ദെൻ സെപ്പോഡോക്സിൻ എന്നൊരു പറഞ്ഞൊരു ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. അസിബാക്ട് എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. അസിത്രോമൈസിൻ എന്നൊരു ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. പിന്നെ ദെൻ അമോക്സിസിലിൻ എന്നൊരു ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. ദെൻ നമുക്ക് ക്ലാരിത്രോമൈസിൻ എന്നൊരു ആൻറ്റിബയോട്ടിക്സ്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. പക്ഷേ നമ്മൾ അധികവും പേഷ്യൻറ്റിനോട് പറയുന്നത് എല്ലാം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ 25 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിച്ചില്ലെങ്കിൽ പെട്ടെന്ന് മോശമാവുന്ന ഒരു ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ആണ് ഈ അമോക്സിസിലിൻ പൊട്ടാസ്യം ക്ലാവലിനേറ്റ് എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്സ്. ഈ അമോക്സിസിലിൻ പൊട്ടാസ്യം ക്ലാവലിനേറ്റ് എന്ന് പറഞ്ഞ് മഞ്ഞ കളർ കയറും, യെല്ലോ കളർ കയറും പലരുടെയും കംപ്ലയിൻറ്റ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ആൻറ്റിബയോട്ടിക്സിൽ നമ്മൾ വെള്ളം ചേർത്ത് ഉപയോഗിക്കുന്നു. നമ്മളിതൊരു ആൻറ്റിബയോട്ടിക്സ് എന്ന് കരുതുക. എന്നിട്ട് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂട്ടഡ് പൗഡറിൽ വെള്ളം ചേർത്ത് നമ്മൾ ഇതിലോട്ടേക്ക് വെള്ളം ചേർത്തു എന്നിട്ട് മിക്സ് ചെയ്ത് നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ് അല്ല, നമ്മുടെ റൂം ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇതിലുള്ള അമോക്സിസിലിനും പൊട്ടാസ്യം ക്ലാവലിനും തമ്മിൽ റിയാക്ഷൻ ചെയ്തിട്ട് അവിടെ യെല്ലോ കളറായിട്ട് മാറും. ആ ആൻറ്റിബയോട്ടിക്സിൻ്റെ വീര്യം മൊത്തം നഷ്ടപ്പെടും. നിങ്ങൾ എത്ര കൊടുത്താലും ഇൻഫെക്ഷൻ മാറില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫ്രിഡ്ജിൽ വെച്ച് തന്നെ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടത് പല ആൾക്കാർക്കും അറിയില്ല. എങ്ങനെയാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് ഉപയോഗിക്കുന്നത്. നമ്മൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ മുകളിലെ കവർ വശം നന്നായി റിമൂവ് ചെയ്യുക, കംപ്ലീറ്റ് റിമൂവ് ചെയ്യുക. അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ഇല്ല ഈ കവറിലോട്ടേക്ക് പറ്റിപ്പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം എടുത്തിട്ട് ഇതിങ്ങനെ തിരിച്ചാൽ നമ്മൾ പൊട്ടും. ഓക്കെ, സോ ഈ വെള്ളം നമ്മൾ സ്റ്റെറൈൽ വാട്ടറാണ്, വൺ ടൈം യൂസ് ചെയ്യുന്ന സ്റ്റെറൈൽ വാട്ടറാണ്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ഒഴിക്കുന്നതിന് പകരം ആദ്യം കുറച്ച് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. ക്ഷമയോട് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഓക്കെ, സോ നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റിമൈനിങ് ആയിട്ടുള്ള വെള്ളവും ആഡ് ചെയ്യുക സൈഡിൽ കൂടി. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ ആൻറ്റിബയോട്ടിക്സ് പറ്റി പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്, സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ സൈഡിൽ കൂടി ചെയ്യുക. വീണ്ടും ഒന്നും കൂടി അതിനെ മിക്സ് ചെയ്യുക, നന്നായി ഇതിനെ മിക്സ് ചെയ്യുക. ഓക്കെ, സോ എഗെയിൻ മൂന്നാമത്തെ ഒഴിക്കലിൽ കംപ്ലീറ്റ് ആയിട്ട് സൈഡിൽ കൂടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക വെള്ളം. ഓക്കെ, സോ എന്നിട്ട് ഇതിനെ അവസാനത്തെ മിക്സും കൂടി നന്നായി ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾക്ക് അപ്പോൾ ഏകദേശം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾക്ക് ഇതിൽ നിന്നും എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒരു ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ആണ്. സോ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും വരില്ല. ഓൾറെഡി ഇത് കളേർഡാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും വരില്ല. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട കേസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമോക്സിസിലിൻ ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്. ഈ ആൻറ്റിബയോട്ടിക്സ് ഇത് വൈറ്റ് കളർ വരുന്ന ആൻറ്റിബയോട്ടിക്സ്. ഈ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണം. അല്ലെങ്കിൽ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് കളർ ചേഞ്ച് ആവുമെന്ന് കാണാൻ പറ്റും. ഇതിലൊഴിക്കുമ്പോൾ നോക്കിക്കോളൂ. ഓക്കെ, സോ ദിസ് വൺ ഈസ് എ വൈറ്റ് കളർ വൺ. സോ ഇത് നമ്മൾ എന്താക്കും, ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ ഇത് കളർ ചേഞ്ച് ആയിട്ട് യെല്ലോ കളറായിട്ട് മാറും. സോ ഇത് യെല്ലോ കളറായിട്ട് കുട്ടികൾക്ക് കൊടുക്കാനേ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആൻറ്റിബയോട്ടിക്സ് എപ്പോഴും 25 ഡിഗ്രി സെൽഷ്യസിൽ അല്ല അതിൻ്റെ താഴെ ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗം വെച്ച് മാത്രം സൂക്ഷിക്കുക. ഒരാഴ്ചയോ 5 ദിവസമായിരിക്കും, ഒരു 3 ദിവസമായിരിക്കും ആൻറ്റിബയോട്ടിക്സിൻ്റെ കോഴ്സ്. ആ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. കോഴ്സ് വിട്ട് കൊടുത്താൽ ഒരിക്കലും അത് മാറത്തില്ല. അത് കംപ്ലീറ്റ് കോഴ്സ് കൊടുക്കുക. കോഴ്സ് കൊടുക്കുമ്പോൾ ചുമയുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അത് ഒരു 2 മിനിറ്റ് പുറത്ത് വെച്ചിട്ട് ഒഴിക്കുക. അപ്പം തന്നെ മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. ഓക്കെ, സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.